ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അത് ചർച്ച ചെയ്യും. തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ CPM സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാ. ജീവിക്കാൻ മാർഗമില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും താവളമായി കേരളത്തെ മാറ്റി. അദ്ദേഹത്തിന്റെ PA അല്ല ഞാൻ. ഈ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങളുണ്ട്. ഇതാണ് ഇപ്പൊ അത് നിങ്ങൾ MLA ചോദിച്ചു. MP ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി വരട്ടെ. ഓരോരുത്തരും സമ്മതിക്കും. MP ഓഫീസ് 9:30 മണിക്ക് തുറക്കും, വൈകുന്നേരം 5:30 അടയ്ക്കും. നിങ്ങൾക്ക് എന്താ ആവശ്യമെങ്കിലും അവിടെ വരാം. മറ്റു കാര്യങ്ങൾ എന്റെ പരിധിപ്പെട്ടതല്ല. ഇപ്പോ പാലക്കാട് ജില്ലയില് ഒരു മിനിറ്റ് പറയട്ടെ, പറഞ്ഞോട്ടെ. പാലക്കാട് ജില്ലയിലെ ഒരു CI ആത്മഹത്യ ചെയ്തു, സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം കുറ്റം ആരോപിക്കുന്നത് DYSP ആണ്. എവിടെ എത്തിയ അന്വേഷണം? നിങ്ങൾ ആലോചിക്കുക. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. സ്ത്രീ പീഡന കേസാ, ബലാത്സംഗ കേസാണ് ആരോപണം. എന്ത് നടപടിയാ പോലീസ് എടുത്തത്? പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം എത്രമാത്രം ഭീകരാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും. വലിയ ലക്ഷ്യത്തോടു കൂടി മാസങ്ങളായിട്ട് നടന്നു വന്നിരുന്ന പദ്ധതികളുടെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി നിൽക്കുന്നത്. ആ ഗൂഢാലോചനയുടെ ഒരു പ്രതിഫലനം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചധികം മാസങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA ആയി വിജയിച്ച് കയറിയ അന്ന് മുതൽ തുടങ്ങിയ ഗൂഢാലോചനയാണ്. അതിന്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഭർത്താവുള്ള ഒരു സ്ത്രീ, ആ ഭർത്താവുണ്ട്, മാരീഡ് ആണ്, കല്യാണം കഴിഞ്ഞതാണ്, വിവാഹം ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുലുമായി ബന്ധം സ്ഥാപിക്കുന്നു, രാഹുലുമായിട്ട് അടുപ്പത്തിലാകുന്നു, രാഹുലിനെ കുടുക്കുന്നു. ഇവിടെ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്, പല കാര്യങ്ങളും പറയാനുണ്ട്. ഇത് ഒരർത്ഥത്തിൽ ഒരു വലിയ സംശയത്തിന്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ഭർത്താവുള്ള ഒരു സ്ത്രീ ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഭർത്താവിന്റെ അറിവോടുകൂടി രാഹുലിനെ കുടുക്കണം, പണം തട്ടണം എന്നുള്ളതായിരുന്നോ ലക്ഷ്യം? അതല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി രാഹുലിനെ വീഴ്ത്തുക വഴി അതൊരു വലിയ ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ആയുധമാക്കി മാറ്റാൻ വേണ്ടി കാലെ കൂട്ടി കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതിയായിരുന്നോ ഇത്? ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, രാഹുലിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമായിരുന്നോ ഇത് എന്നുള്ളത് സംശയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ഇരയുടെ ഭർത്താവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ബന്ധം ഒരു തരത്തിലും ഒരു പോറൽ പോലും ആ ബന്ധത്തിൽ വീണിട്ടില്ല. അങ്ങനെ വരുമ്പോ ഇത് നമ്മൾ സംശയിക്കേണ്ടതാണ്. കാരണം രാഹുലിന്റെ കയ്യിൽ കാശുണ്ട്. ആ കാശ് തട്ടിയെടുക്കുവാൻ അയാളുടെ ഫെയിമും ഫെമിലിയാരിറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് പലതും ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നോ ഇത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഒരു പാവപ്പെട്ട ഭർത്താവ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അയാളുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സംശയം മാത്രമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗൂഢാലോചനയാണ് ഞാനെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറയുന്ന പാലക്കാടിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ ഈ പറയുന്ന ഗർഭവും, ഈ പറയുന്ന യുവതിയും, ഈ പറയുന്ന ഗർഭം കലക്കലും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. ഒരു ഘട്ടത്തില് ആ യുവതി ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു യുവതിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് പല അർത്ഥത്തില് ആ യുവതിയെ, പരാതി കൊടുത്ത യുവതിയല്ല, മറ്റൊരു യുവതി, ഇപ്പോഴും മാധ്യമ പ്രവർത്തന രംഗത്തുള്ള മറ്റൊരു യുവതിയാണ് എന്നുള്ള രീതിയിലുള്ള കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തിക്കൊണ്ടുള്ള പല പ്രചരണങ്ങളും നടന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് 20-ന് ഈ ഒരു വലിയ ബോംബ് എന്നുള്ള രീതിയിൽ പൊട്ടുന്നത്. ഇപ്പൊ മറ്റൊരു ബോംബും കൂടി വരുന്നുണ്ട്. എന്താണ്? ഇന്നലെ ഈ പറയുന്ന ചാനലുകളിലൊക്കെ ചർച്ചക്ക് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന, ഞാൻ നടിയാണ്, ഞാൻ മാധ്യമ പ്രവർത്തകയാണ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വെടി പൊട്ടിച്ച
ആ യുവതിയെ കാണാനുണ്ട്. ആ യുവതി ഇന്നലെ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ്? രാഹുലിനെതിരെ ഇനിയും പരാതി ഉണ്ടാകുമെന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? രാഹുലിനെതിരെ ഇനിയും പരാതികൾ ഉണ്ടാകുമെന്ന് പറയുന്നതിനുള്ള കാരണം അതാണ് ഞാൻ ഈ പറയുന്ന ഗൂഢാലോചന. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രാഹുൽ വിജയിച്ച് കയറിയ അന്ന് മുതൽ രാഹുലിനെ കുടുക്കി വീഴ്ത്തി, എങ്ങനെയെങ്കിലും ഒരു ട്രാപ്പിൽ വീഴ്ത്തി അതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ റിനി ആൻഡ് ജോർജ് ഇപ്പൊ പറയുന്നത്. എന്താ പറയുന്നത്? റിനി ആൻഡ് ജോർജ് വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ ഇന്നലെയുള്ള ചർച്ചകൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റിനി പറയുന്നുണ്ട് കൂടുതൽ പരാതികൾ ഇനി വരും എന്ന്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ വന്നിരിക്കുന്ന പരാതി, അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് ചാപ്പിള്ളയായി ചത്തുപോയി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് പരാതി വന്നത് എന്ന് പറഞ്ഞാൽ വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റലിലാണ് പ്രസവത്തിന് പോയത്. പക്ഷേ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനിച്ച കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. അത് തന്നെയാണ് ഈ പരാതിയുടെ അവസ്ഥ. പരാതി ചെന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിലാണ്. പക്ഷേ പരാതി എവിടെ ചെന്നു എന്നുള്ളതല്ലല്ലോ കാര്യം. ആ പരാതി ജീവനില്ലാത്തതായിരുന്നു, ചത്തുപോയി. ഇതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്താണ് ദീപ ജോസഫിന്റെ വെളിപ്പെടുത്തല്? ദീപ ജോസഫ് പറഞ്ഞ കാര്യമാണ്. ദീപ ജോസഫ് പറഞ്ഞിട്ടാണ് കേരളക്കാരെ അറിയുന്നത് ഈ പറയുന്ന യുവതി 2024 ഓഗസ്റ്റിൽ വിവാഹിതയായെന്നും അവർക്കൊരു ഭർത്താവുണ്ടെന്നും ആ ബന്ധം മറച്ചുകൊണ്ട് രാഹുലുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്നലെ ദീപ ജോസഫ് പറയുന്നു. അതോടൊപ്പം ദീപ ജോസഫ് പറയുന്നു ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം, അതിന്റെ തെളിവുകളും ദൃശ്യങ്ങളും തന്റെ കയ്യിലുണ്ട്. കൂടുതൽ ഇത്തരത്തിൽ രാഹുലിനെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ആ തെളിവുകൾ അടക്കം പുറത്തേക്കിടുമെന്ന് ദീപ ജോസഫ് പറയുന്നു. ഇതേ വാദം തന്നെ ഇന്നലെ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ രാഷ്ട്രീയ ഗൂഢാലോചന ഈ കാര്യത്തിൽ വ്യക്തമാണ്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടാമെന്ന് കരുതിയിട്ടാണ് ഇവർ ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടൽ ആശുപത്രി പോലെ മുഖ്യമന്ത്രി നിയമത്തിന്റെ മുന്നിൽ, പോലീസുകാർക്ക് മുന്നിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതി നൽകാതെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി കൊടുത്തത്. പക്ഷെ ആ പരാതി കൊടുത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്തു പറ്റി? ദീപ ജോസഫിന്റെ വെളിപ്പെടുത്തൽ വന്നു. തൊട്ടു പിന്നാലെ രാഹുൽ ഈശ്വറിന്റെ വെളിപ്പെടുത്തൽ വന്നു. ഈ വെളിപ്പെടുത്തലുകൾ വന്നതോടുകൂടി ഈ പറയുന്ന പരാതിക്കാരിയുടെ ധാർമ്മികതയും ജെന്യൂനിറ്റിയും ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് തന്നെയാണ് ശ്രീകണ്ഠൻ പറഞ്ഞു വെക്കുന്നത്. ശ്രീകണ്ഠൻ പറയുന്ന കാര്യങ്ങൾ എന്താ? ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാടധികം വിഷയങ്ങൾ. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യന്റെ പേര്, ഈ പറയുന്ന പോലീസിലെ കാര്യങ്ങൾ, കേരളത്തിലെ ജനം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, RSSന്റെ കുണ്ടി നക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് 1,14,500 ചില്ലറ വോട്ടുകൾ തൃശ്ശൂരിൽ ആ തെരഞ്ഞെടുപ്പിൽ കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഒന്നിനും മറുപടി പറയാൻ പിണറായി വിജയന് സാധിക്കില്ല, ഉത്തരമില്ല പിണറായി വിജയന്. അവിടെയാണ് കൊത്തിക്കീറാൻ ചർച്ച ചെയ്യാൻ മറ്റൊരു വിഷയം വേണം. കാരണം പ്രതിപക്ഷം ഇതൊക്കെ വലിച്ചിട്ട് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അവരെ വായ മൂടിക്കെട്ടാൻ, അവരെ പ്രതിരോധത്തിലാക്കാൻ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊത്തിക്കീറണമെന്നുള്ള വലിയ ഒരു ഗൂഢാലോചന. ആ ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയത് ഈ പറയുന്ന പിണറായി വിജയനും ഇപ്പുറത്തെ ഒരു ചാനൽ മുതലാളിയും. ചാനൽ മുതലാളിക്കെതിരെ 40-ലധികം കുറ്റപത്രങ്ങൾ, ആ കുറ്റപത്രങ്ങൾ 40ഉം സമർപ്പിക്കപ്പെട്ടിട്ടും ഇന്ന് വരെ ഈ ചാനൽ മുതലാളിക്കെതിരെ മുട്ടിൽ മരം മുറി കേസിലും ജനങ്ങളെ പറ്റിച്ചതും കൊള്ളയടിച്ചതും കൊള്ളിവെച്ചതുമായ ഒരുപാടധികം കേസുകൾ, അങ്ങനെ 40 കുറ്റപത്രങ്ങൾ. ആ 40 കുറ്റപത്രങ്ങൾ ഉണ്ടായിട്ടും ആ മുതലാളിയെ തൊടാൻ കേരളത്തിലെ പോലീസ് സജ്ജമല്ല. കാരണം എന്താ? ഒരു പാലമാണ്. മുതലാളിക്കിടയിലും ചാനൽ മുതലാളിക്കിടയിലും മുഖ്യമന്ത്രിക്കിടയിലും ഒരു പാലമുണ്ട്. ആ പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. അത് തന്നെയാ മുട്ടിൽ മരമുറി കേസ്, മരമുറി കൊള്ള, അത് അനങ്ങാൻ പാടില്ല. പകരം നിങ്ങളുടെ വീഴ്ചകൾ മറക്കുന്ന രീതിയിലുള്ള വാർത്തകളും നുണപ്രചരണങ്ങളും ഞങ്ങൾ ഏറ്റുപിടിക്കും, ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ 2 സംശയങ്ങൾ എൻ്റെത്. ഒന്ന്, രാഹുലിനെ വീഴ്ത്തിക്കൊണ്ട് ഭാര്യയും ഭർത്താവും കളിച്ച കളി, രാഹുലിൽ നിന്ന് പണം തട്ടാൻ. കാരണം രാഹുലിന്റെ കയ്യിൽ പണമുണ്ട് എന്നുള്ളത് ഇവർക്കറിയാം. രണ്ടാമത്തത്, അത് സംശയങ്ങൾ മാത്രമാണ്. രണ്ടാമത്തത് ഈ രാഷ്ട്രീയ ഗൂഢാലോചന. ആ രാഷ്ട്രീയ ഗൂഢാലോചനയും ഈ രണ്ടും ഒരേ സമയം നമുക്ക്, അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് കാര്യം, ഇതിൽ ഒന്ന് മാത്രമല്ല, രണ്ടും
ഇതിന്റെ ഭാഗമാണ് എന്നുകൂടി നിങ്ങൾ സംശയിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാല് എന്താണെങ്കിലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ഈ പുകമറകൾ നീങ്ങാൻ പോകുന്നു, പരാതിക്കാരിയുടെ പരാതി ഛിന്ന ഭിന്നമാകാൻ പോകുന്നു. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ജോർജ് പൂന്തോട്ടം അതിനെ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലാണ് ജോർജ് പൂന്തോട്ടത്തിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ജോർജ് പൂന്തോട്ടം എത്ര കാർക്കശ്യമായ കൃത്യതയായ മറുപടികളാണ് ഇന്നലെ കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ജോർജ് പൂന്തോട്ടം ഈ കേസിലെ മറ്റൊരു തലത്തിലേക്ക് ഈ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ വാതിൽക്കൽ തന്നെയാണ് ഈ കേസിനെ കൊണ്ടുചെന്നെത്തിച്ച് നിർത്താൻ ജോർജ് പൂന്തോട്ടത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തനിക്കെതിരെയുള്ള ഈ പുകമറകൾ ക്ലിയർ ഔട്ട് ചെയ്യാനുള്ള ഒരു വേദിയാണ്, അല്ലെങ്കിൽ അവസരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് രാഹുലിന് വലിയ ആശ്വാസമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം.